ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? എല്ലാം നിന്റെ അച്ഛൻ കാരണം. ഹലോ സാറേ, ഞാൻ ഗായത്രിയുടെ അച്ഛനാ സംസാരിക്കുന്നത്. ആ പറയൂ മാണിക്യം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. സാർ, അതിനെപ്പറ്റി പറയാനാ ഫോൺ ചെയ്തത്. ആ പറയണം. എന്റെ മകള് വീട്ടിൽ വന്നു സാർ. അങ്ങനെയാണോ? എവിടെ പോയിരുന്നു? ഞാൻ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. എപ്പോ തിരിച്ചു വന്നു? ഇപ്പഴാ വന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം? അത് കേസ് ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് സാർ. അന്വേഷിക്കാതെ കംപ്ലൈന്റ് കൊടുക്കുന്നു, പിന്നെ പെണ്ണ് തിരിച്ചു വന്നെന്ന് പറയുന്നു. സ്റ്റേഷനിൽ വന്ന് പെണ്ണ് തിരിച്ചു കിട്ടിയെന്ന് എഴുതി കൊടുക്കണം. ശരി, ഓക്കെ സാർ. ദിവസം ജോലിക്ക് പോയിട്ട് ലേറ്റ് ആയിട്ടാ വരുന്നത്. എവിടേക്കാ പോണേന്ന് പോലും അറിയില്ല. അതിനെങ്ങനെയാ നീ എവിടേക്കാ പോണേന്ന് നിനക്ക് എന്നെ അറിയില്ല. ഇതൊക്കെ ഞാൻ ആരോട് പോയി പറയാനാ? എന്റെ ദൈവമേ. എടി, നീ നടന്ന കാര്യമാണ് ഇതുവരെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം ദൈവമേ. കാപ്പി കുടിച്ചിട്ട് പോ. എടി, അല്ലെങ്കിൽ തന്നെ ഓഫീസിലേക്ക് ലേറ്റ് ആയി. താഴെ സൂര്യ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഇറങ്ങുക. ബൈ ബൈ. ബൈ. ഹേ, നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നില്ലേ? വർക്ക് ഫ്രം ഹോമാ. ഈ കൊറോണ വന്നതിന് ശേഷം അതിന്റെ പേരും പറഞ്ഞ് എല്ലാവർക്കും നല്ലോണം മടി പിടിച്ചിരിക്കുക. എന്നാ ശരി, ഞാൻ ഇറങ്ങാണേ. ബൈ ബൈ. ബൈ ഡി. ഹേ ഹായ്. വേഗം കേറ്. പ്രിയേ, പറയട്ടാ. മോഡലിങ്ങിന് ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കാതെ പെണ്ണ് കാണാൻ എടുക്കുന്ന പോലെ എടുക്കാൻ പറയാം അവനോട്. അത് ചേട്ടൻ തന്നെ പറഞ്ഞേക്ക്. ഇന്ന് മണ്ടേ ഞാൻ മൗനവ്രതത്തിലാ. സാർ, ചായ. വണ്ടി റെഡിയാണോ? ആ, റെഡി സാർ. സ്റ്റാർട്ട് ചെയ്തു. സിനിമയിൽ ഹീറോയിൻ ആവുന്ന രീതിയിലെ ഫോട്ടോ ഒന്നും വേണ്ട. ഒരു കുടുംബത്തിൽ ചെന്ന് ഐശ്വര്യമായിട്ട് നിലവിളക്ക് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ മതി. അതെന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? സ്വയബുദ്ധി ഉള്ളവരോടല്ലേ പറയാൻ പറ്റൂ. ഹേയ്, ഇത് നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതെ ചേട്ടാ, നിങ്ങളുടെ രണ്ടുപേരും വഴക്ക് എപ്പ തീരും? നിനക്ക് ആദ്യം കല്യാണം ഫിക്സ് ആവട്ടെ, പിന്നെ ഞങ്ങൾ സംസാരിച്ചോളൂ. നമസ്കാരം മാഡം. നമസ്കാരം.
ഈ ആൽബം എന്ത് വില? സാർ ഈ ആൽബത്തിന്റെ വില 45,000, പക്ഷെ നിങ്ങൾക്ക് 40,000 തരാം. എങ്കിൽ ശരി, നല്ല സൂപ്പറായിട്ട് ചെയ്തു കൊടുക്കണം. സൂപ്പറായിട്ട് ചെയ്തു തരാം. താങ്ക് യു സാർ. ഹലോ, ഹലോ. ഫോൺ എന്തിനാ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്? തിരിച്ച് ഞാൻ വിളിക്കില്ലേ? എടാ, രാവിലെ തരേണ്ടത് കിട്ടിക്കഴിഞ്ഞാ ഞാൻ എന്തിങ്ങനെ ഫോൺ ചെയ്യുന്നത്? ശരി ശരി, എനിക്ക് ആൽബം വർക്ക് ഉണ്ട്, ഞാൻ പിന്നെ തരാം. ഏ, ഒന്ന് തന്നിട്ട് ഫോൺ കട്ട് ചെയ്തൂടെ? ജോലി ചെയ്യുന്ന നേരത്തില് ഡിസ്റ്റർബ് ചെയ്യല്ലേ? പോടാ മണ്ട. അതൊക്കെ മൂഡ് വരുമ്പോ തരുമ്പോഴല്ലേ ഒരു. നിനക്ക് എപ്പം നോക്കിയാലും ഇതേ മൂഡ് തന്നെയാണല്ലോ. ഏ, ഛെ. അടിപൊളി. വെരി നൈസ്. ഹായ്, പറയടാ. ഹേ, എനിക്ക് ഫോട്ടോഷോപ്പ് വർക്ക് ഉണ്ട്, ഞാൻ കിടക്കാൻ കുറച്ച് ലേറ്റ് ആവും. നീ കഴിച്ചിട്ട് കിടന്നോ. രാവിലെ നീ ഓട്ടോ പിടിച്ച് ഓഫീസിൽ പോയിക്കോ, വൈകുന്നേരം ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാം. ശരിയാടാ. എന്തിനാ നീ പാട്ട് പാടുന്നത്? ആ ജോലി നിനക്ക് പകൽ സമയത്ത് നോക്കിയാ പോരെ. എങ്ങനെ ധൃതി പിടിച്ചിട്ട് ഉറക്കം ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടോ? അതേടാ, ഈവനിങ്ങിനുള്ളിൽ കസ്റ്റമർ കൊടുത്തേ ആണോ, വേറെ വഴിയുമില്ല, ബോസ് പറഞ്ഞും പോയി. എന്നാ ശരിയടാ, ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ വിളിക്കാം. ഒരു തവണെങ്കിലും ഒന്ന് ഫോൺ എടുക്ക് പ്ലീസ് ഡാ. ഓക്കെ ഡി. ബൈ. പിടിച്ചോ, നിന്റെ കോട്ട കഴിഞ്ഞു. ഇനി നീ ചോദിച്ചാ നിന്റെ കഥ കഴിഞ്ഞു. അയ്യോ, സമയമായില്ലോ. ഇവന്റെ ഒപ്പം കൂടി വെള്ളം ഓടിച്ചാ ഇങ്ങനെ തന്നെ. എണിപ്പിച്ച് വിട്ടൂടാ. ഏയ് പോടാ. കണ്ടാലും തീർന്നു. എന്റെ ഷുഗർ ഗുളിക എവിടെയാടാ? ഡ്രോയറിലുണ്ടാവടാ. ഡ്രോയറിലോ? രാത്രി ആയാൽ നല്ലോണം വെള്ളടിക്കുക, രാവിലെ ആയാൽ ഷുഗർ ടാബ്ലറ്റ് എവിടെയാന്ന് തേടുക. അവന്റെ ഇതുവരെ എണിച്ചില്ലേ? അവൻ ഇന്ന് ലീവാടാ, നമുക്ക് പോവാ. ബാലാജി, സൂര്യ എന്താ ഫോൺ ചെയ്തിട്ട് എടുക്കാത്തത്? അവൻ ഇന്ന് ലീവാ, അവൻ റൂമിലുണ്ടാവും. അതെയോ, ശരി എന്നാ ഓക്കെ, ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കിക്കോളാം. ശരി, ഓക്കെ ശ്വേത. ഇവന്മാർക്ക് എപ്പോഴും ഇതന്നെ ജോലിയായി പോയല്ലോ. ആ ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. ഇവിടെ എത്രയായി? 50 രൂപ. താങ്ക് യു.
സൂര്യ ഫോൺ ചെയ്താ എടുക്കരുത്. ലൈഫിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ നിനക്ക്? അച്ഛൻ ദിവസവും എന്നെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ കല്യാണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞില്ലേ? 2 മാസം സമയം ചോദിച്ച് നീ 1 വർഷം എടുത്തത് സൂര്യ. രാവിലെ തന്നെ നീ തുടങ്ങിയോ? എപ്പോ നോക്കിയാൽ ഇതന്നെ പറ. നിക്ക്, ഞാൻ കോഫി എടുത്തോണ്ട് വരാം. ശ്വേത, ഞാൻ നിനക്ക് റെഡി പറയട്ടെ? എന്താണാവോ? ഒരു 10 മാസം നീ വെയിറ്റ് ചെയ്തെന്ന് വെച്ചോ, ഒരു കൊച്ചിനും ചേർത്ത് കൊണ്ടുപോയെന്ന് എന്റെ അച്ഛനെല്ലാം സമ്മതിക്കും. എനിക്ക് തോന്നി ഇതുപോലത്തെ എന്തെങ്കിലും വിളിച്ചു പറയും. ഹലോ, MLA ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. ലോചേട്ടനല്ലേ സംസാരിക്കുന്നത്? ഞാൻ തന്നെയാണ്. അതാ ലാലിയുടെ കേസ് ശരിയേക്കാം. താങ്ക് യു ഏട്ടാ. ഉണ്ടാണ്ടിരിക്കും. ലോഹി ചേട്ടനാ. ചേട്ടാ, നിന്റെ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, കണ്ടോ നീ? ഇപ്പൊ നോക്കാം ചേട്ടാ. ആരാ എന്താന്ന് നോക്കിട്ട് പൊക്കവളെ. ശരി ചേട്ടാ. സാരെന്താടാ പറഞ്ഞേ? ഒരു പ്രാവിനെ പൊക്കണോടാ. എന്താ പറ്റൂ? പ്രാവ് നമ്മുടെ ഏരിയ ആണോ പുറത്തെ ഏരിയ ആണോ? അതേ സ്ഥലം തന്നെടാ. എങ്കിൽ ഓക്കെ. ഓഫീസിലേക്ക് പോണടാ, എനിക്ക് വരാൻ പറ്റില്ലാന്ന്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ദാ അവിടുന്ന് കോൾ വന്നോണ്ടിരിക്കുന്നു. എന്തെങ്കിലും റീസൺ പറഞ്ഞ വാന്നേ. ഞാൻ എങ്ങനെ വരാനാ? എനിക്കതൊന്നും അറിയില്ല, നീ വന്നേ പറ്റും. ആ പെണ്ണ് ഏത് സ്ഥലമാണ്? സ്ഥലം കോട്ടയാണ്. അവളുടെ അച്ഛൻ? പെണ്ണിന്റെ അച്ഛൻ ഗവൺമെന്റ് സ്കൂളിലത്തെ അധ്യാപകനാണ്. എവിടെയാ പണിയെടുക്കുന്നത്? അവള് IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എവിടെയാ താമസിച്ചിരിക്കുന്നത്? അവള് വൈറ്റ്ലാൻഡ് നഗർ ലേഡീസ് ഹോസ്റ്റലിലാണ്. വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ? ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്താ പൊക്കട്ടെ? എന്നാ പൊക്കവളെ. അവൾക്ക് അനിയനും ചേട്ടനും ആരെങ്കിലുണ്ടോ? എനിക്കറിഞ്ഞ ആരുമില്ല ചേട്ടാ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. ആ ശരി ചേട്ടാ. നമസ്കാരം ചേട്ടാ. ആ, കൃപ എവിടെ? മോളുണ്ട്. ആ, അവൻ വിളിക്കുന്നു, പോ. കഞ്ചാവ് കഴുതേ, എപ്പോ നോക്കിയാലും കഞ്ചാവ് അടിച്ചോണ്ട്. അകത്ത് പോയി കിടക്കടാ. നമസ്കാരം ചേട്ടാ. ഇത് സ്ട്രോങ് ആണല്ലോ. നന്നായിരിക്കും ചേട്ടാ. ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല സാറേ. ആ, പോ. ശരി സാർ. ഞാൻ ആഗ്രഹിച്ച പൊക്കാൻ പറഞ്ഞ എണ്ടി, ഇതിനുമ്പ് നീ എടുത്തോടാ. പാർട്ട്ണറെ അകത്തേക്ക് പോവോ?